ഇരിക്കണ നേരത്ത് വീട്ടിലൊക്കെ നൈസായിട്ട് നമുക്ക് ബീച്ചിലൊക്കെ പോവേണ്ടി നമ്മൾ അഴീക്കോട് ബീച്ചിൽ പോകണം കേട്ടോ. അഴീക്കോട് ബീച്ചിൽ പോയി ഇതുപോലത്തെ അടിപൊളി കാഴ്ചകളൊക്കെ കണ്ട് ഫാമിലിയൊക്കെ ആയിട്ട് നൈസായിട്ട് പോണ സ്ഥലമുണ്ടത്. പിന്നെ ഒരു കാര്യമുണ്ട്, വൈകുന്നേരങ്ങളിൽ അഴീക്കോട് ബീച്ച് രക്ഷയില്ലാത്ത വൈബാണ്. പിള്ളേർ നമ്മ നോക്കിയാൽ വേണ്ട, അവരെ പാട്ടിന് കളിച്ച് സെറ്റായി നടന്നോളും. വേണ്ടില്ലേ, ഇവിടുത്തെ കുറച്ച് അടിപൊളി വ്യൂസ് ഞാൻ കാണിച്ചു തരാം. പിന്നല്ല സ്കൂളൊക്കെ ഇല്ലാ ദിവസം ഫ്രണ്ട്സായിട്ടും ഫാമിലി ആയിട്ടും നമുക്ക് ചില്ലടിക്കാൻ പറ്റിയ സ്പോട്ടാണ് അഴീക്കോട് ബീച്ച്. ഈ ഒരു സ്പോട്ട് നോക്കിയാൽ സൂപ്പർ സ്പോട്ടാണ്. വൈകുന്നേരങ്ങളിൽ വീണ്ടും നമ്മളെ ഈ മീൻപിടുത്തം, ചീഞ്ഞവല, അങ്ങനത്തെ ഒരുപാട് സംഭവങ്ങൾ കാണാം. തൊട്ടപ്പുറം കാണണം ചെറിയൊരു ദ്വീപ് പോലെ, അത് നമ്മളെ മുനമ്പം ബീച്ച്. ഇവിടെ നിന്നൊരു 5 കിലോമീറ്റർ. അപ്പോൾ വേറെ റോഡുണ്ട്, ഇതില്ലേ വേറെ റോഡില്ല, പാലമണിയൊക്കെ നടക്കുന്നുണ്ട്. അപ്പം ഞാൻ അതിലേ വരുള്ളൂ മിക്കവാറും. നൈസായിട്ട് വൈകുന്നേരങ്ങളിൽ ചിലവഴിക്കാൻ പറ്റിയ സ്ഥലമാണ് നമ്മൾ അഴീക്കോട് ബീച്ച്. അഴീക്കോട് ബീച്ചിലെ വൈബ് എന്ന് വെച്ചാൽ ഒരു 1.5 വൈബാണ്. അഴീക്കോട് ബീച്ചിൽ അഴിമുഖത്ത് ചൂണ്ടരാജാക്കന്മാർ അയ്യർ കളിയുണ്ട, ഇതുപോലത്തെ ഒരു സ്പോട്ടാണ്. ഈ ഒരു സമയമാകുമ്പോൾ ഫിഷിംഗ് ബോട്ടുകളൊക്കെ കയറണം. ചെറിയൊരു സമയം അവിടുത്തെ ഒരു അടിപൊളി മനോഹരമായ കാഴ്ചകൾ നൈസായിട്ട് കാണിച്ചു തരണം. എനിക്ക് മനസ്സിലായി, അനുവിൻ്റെ അളിയനല്ലേ എന്ന് ചോദിച്ചത് നീ എന്നെ. ഇതുപോലത്തെ ബെസ്റ്റ് കാഴ്ചകൾ കാണില്ല അഴീക്കോട് ബീച്ചിൽ തന്നെ വരണം കേട്ടോ. പിന്നെ അത് മാത്രമല്ല, ചീഞ്ഞമല കാഴ്ചകൾ, ബെസ്റ്റ് കാഴ്ചകൾ, നൈസായിട്ടുള്ള വീഡിയോസാണ് ഞാൻ അപ്ലോഡ് ചെയ്തേക്കുന്നുണ്ടോ. ഇന്ന് നല്ല മഴക്കാറുള്ള കാരണം കടലൊക്കെ വളരെ കൂടുതലാണ്. പിന്നെ അത് മാത്രമല്ല, നല്ല കോടയുണ്ട്, മൂടിക്കെട്ടുണ്ട്. 6 മണിയായിട്ടുള്ളൂ, പക്ഷേ ഇരുട്ട് പോലെ. ഇന്നൊക്കെ ബീച്ചിൽ അത്യാവശ്യം നല്ല തിരക്കുന്നുണ്ട്. സ്കൂളൊക്കെ ഇല്ലാത്ത കാരണം ഒട്ടുമിക്ക ആൾക്കാരും ബീച്ചിൽ വന്നിട്ടുണ്ട്. ബീച്ചിൽ നല്ല അസല് തിരക്കാണ്. ഞങ്ങൾ നൈസായിട്ട് എന്നും മിക്കവാറും ഫാമിലിയൊക്കെ ആയിട്ട് വരുന്ന ചെറിയൊരു സ്പോട്ടാണ് അഴീക്കോട് ബീച്ച്. അത് നമ്മളെ തൊട്ടടുത്ത് കാണുന്ന മുനമ്പം ബീച്ച്, ചെറായിയുടെ തൊട്ടടുത്തുള്ള ബീച്ച്. അതിന്റെ തൊട്ടപ്പുറം ചെറായി. അങ്ങോട്ട് നിസ്സാര വ്യത്യാസമുള്ളൂ, പക്ഷേ അഴിമുഖമാണ്. അത് കഴിഞ്ഞാൽ അപ്പുറത്തേക്ക് എത്താൻ പറ്റുള്ളൂ. കടലൊക്കെ കൂടുതലുണ്ടോ, ഭയാനകരമായ കടലിന്റെ അവസ്ഥയാണ്. കടലിന്റെ ഒരു അവസ്ഥയുടെ വീഡിയോ നൈസായിട്ട് കാണിച്ചു തരട്ടാ. ഒരുപാട് ആൾക്കാരുണ്ട്. ഇതുവഴി ബൈക്കൊക്കെ ഏറ്റവും വരെ പോട്ടെ. അഴിമുഖത്തിന്റെ സെന്ററിൽ കൂടെ ഒരു പാതയാണിത്, കടൽപാത. കടലൊക്കെ കൂടുതലുണ്ടോ.